ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് USS സ്കോളർഷിപ്പിലെ മോഡൽ എക്സാം, മോഡൽ 2025 എന്ന വർഷത്തിലെ മോഡൽ എക്സാമിന് ചോദിച്ച മാത്സ് പാർട്ടിലെ ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കി നോക്കാം. The average of 5 numbers is 20. If one number is removed, the average becomes 23. What is the removed number? എന്തൊക്കെ തന്നിട്ടുണ്ട്? 5 സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്. എത്രയാണ്? 20 ആണ്. അതിൽ നിന്ന് ഒരു നമ്പർ മാറ്റി റിമൂവ് ചെയ്തു. മാറ്റിയപ്പോൾ ശരാശരി എന്തായി മാറി? 23 മാറിയെങ്കിൽ ഏത് സംഖ്യയാണ് അവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്തത്? മാറ്റിവെച്ച സംഖ്യ ഏതാണ്? ഒഴിവാക്കിയ സംഖ്യ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ നമുക്കറിയാലോ, ആവറേജ് നമ്മൾ എങ്ങനെ കാണാം? ടോട്ടൽ നമ്പർ, സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് അതിൽ നിന്ന് സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ നമ്പറും തന്നിട്ടുണ്ട്, ആവറേജും തന്നിട്ടുണ്ട്. അപ്പോ നമ്പർ ഇൻറ്റു ആവറേജ് നമുക്ക് ടോട്ടൽ സം കിട്ടും. ഇവിടെ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന്ന് ഒരു നമ്പർ മാറ്റി. ഇപ്പൊ 5 സംഖ്യകൾ ഉണ്ടായിരുന്നു. 5 സംഖ്യകളിൽ നമുക്ക് തുക കിട്ടുന്നത് എത്രയാണ്? 100 ആണ്. അതിൽ ഒരു സംഖ്യ മാറ്റി. അപ്പോ 5ൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയ ബാക്കി എത്ര ഉണ്ടാവും? 4 സംഖ്യ ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ അതിന്റെ ശരാശരി എന്തായി? 20ന്റെ പകരം ഒരു നമ്പർ മാറ്റിയപ്പോ 23 എന്നായി. അപ്പോ അതിന്റെ നമുക്ക് തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 92 ആണ്. ഓക്കെ, അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കൂ. എത്ര ഉണ്ട്? 8 അല്ലെ? അപ്പൊ എത്ര നമുക്ക് ഡിഫറൻസ് കിട്ടിയത്? ഏത് സംഖ്യ ആയിരിക്കും മാറ്റിയിട്ടുണ്ടാവുക? അതില് 8 എന്നുള്ള സംഖ്യയാണ് അവിടെ മാറ്റിയിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, the sum of natural numbers from 1 to 30 is 465. What is the sum of natural numbers from 11 to 40? അപ്പോ ഈ ഒരു തന്ന സംഖ്യ ഉണ്ടല്ലോ, 1 to 30 നമ്പേഴ്സിന്റെ അഡീഷൻ, അത് വെച്ചിട്ട് വേണം നമുക്ക് 11 to 40 കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോ ഇത് കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പാണ് നമുക്ക് ഇവിടെ മുകളിൽ തന്നിരിക്കുന്നത്. സോ അത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? എണ്ണൽ സംഖ്യകളുടെ തുക 1 + 2 + 3 പ്ലസ് അപ് ടു 30 വരെയുള്ള സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. എത്ര? 465 എന്ന്. പിന്നെ എന്താ പറയുന്നത്? 11 മുതൽ 40 വരെ, 11 + 12 + 13 + അപ് ടു 40, ഇതിന്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഒരു സീക്വൻസിന്റെ ഡിഫറൻസ്, ഈ ഒരു ശ്രേണി തന്നിട്ടുണ്ടല്ലോ, ഇതിൽ നമുക്ക് ഡിഫറൻസ് ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണ്ടല്ലേ? ഇവിടെ നോക്കി നോക്കൂ. 10 കൂട്ടിയപ്പോ 11 കിട്ടി അല്ലെ? ഒന്നില് 2 ശ്രേണിയും കൂടി നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇവിടെ 1 ആണ്, ഇവിടെ 11 ആണ്. അപ്പൊ 1ല് 10 കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്. ഇവിടെ 2 ആണ്, 12 ആണ്. 2ല് 10 കൂട്ടുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. 3ല് 10 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 13. അങ്ങനെ അങ്ങനെ നമുക്ക് 30ല് 10 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 40 കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെയും 30 സംഖ്യകളുണ്ട്, ഇവിടെയും 30 സംഖ്യകളാണ്. അപ്പൊ അങ്ങനെയാണ് ചോദ്യം. കാരണം ഇവിടെ നോക്കി നോക്കൂ, 11 മുതൽ 40 വരെയാണ് അല്ലെ? ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. കാരണം ഇവിടുന്ന് ആദ്യത്തെ 10 ഒഴിവാക്കിയിരിക്കുന്നു, ഇവിടെ ബാക്കിയുള്ള 10 കൂട്ടിയിരിക്കുന്നു. അപ്പോ ഇവിടെ എന്തുണ്ട്? 30 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ 10 10 10 10 വെച്ചിട്ട് എത്ര നമ്പേഴ്സിലാണ് കൂടുന്നത്? 30 നമ്പേഴ്സിൽ കൂടുന്നു അല്ലെ? 10 ഇൻറ്റു എത്ര നമ്പറിനാണ് 30 കൂടിയത്? അല്ല സോറി, എത്ര നമ്പറാണ് ഈ 10 കൂടിയത്? 30 നമ്പറിന്. 30 ഇവിടെ 10 10 10 10 10 അങ്ങനെ 30 സംഖ്യയ്ക്കും നമ്മൾ എന്ത് ചെയ്തു? 10 10 10 ഇൻക്രീസ് ചെയ്തു. അപ്പൊ 10 ഇൻറ്റു 30 എത്രയും? 300 ആണ് ഇവിടെ ഇൻക്രീസ് ആയി കൂടി കിട്ടിയത്. അപ്പോ ഈ 465 ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അടുത്ത ശ്രേണിയിൽ എത്ര കൂടി? 300 കൂടി കൂടി. അപ്പോ ഇതിന്റെ തുക എത്ര വരും? ടോട്ടൽ സം 765 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം, ഇഫ് പൈപ്സ് A and B fill a tank in 30 minutes and 20 minutes respectively, how long will it take to fill the tank if both pipes are open together? A, B എന്ന് പറഞ്ഞ
പൈപ്പ്, അത് നമ്മൾ വെറുതെ പൈപ്പിന് ഒരു പേര് കൊടുത്തതാണ്. അത് 30 മിനിറ്റ്, എ എന്ന് പറഞ്ഞ ഒരു പൈപ്പ് 30 മിനിറ്റ് കൊണ്ടും ബി എന്ന് പറയുന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ടും ടാങ്ക് നിറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് പൈപ്പും നമ്മൾ ഒന്നിച്ചിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് നിറയുക എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോ ഇവിടെ പറയുന്നത് 30 മിനിറ്റോട് ടാങ്ക് 30 മിനിറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കണം, 1 മിനിറ്റ് കൊണ്ട്, അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 1/20 ഭാഗമാണല്ലോ എന്നറിയാം. 30 ആണ്, 30 അല്ല ആദ്യം തന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് 30, ഇവിടെ എഴുതാം 1/30. അപ്പോ എന്ന് പറഞ്ഞ പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് 1/30 ഇത്രയും ടാങ്ക് നിറയും, ഇത്രയും ഭാഗം നിറയും. അതേപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് ബി എന്നുള്ള പൈപ്പ്, ഇത് എന്റെ ആണ്, ബി എന്ന പൈപ്പ് എത്ര ഭാഗം നിറയ്ക്കും? 20-ൽ 1 ഭാഗം, അല്ലെ? 1/20. 1 മിനിറ്റ് കൊണ്ട് നിറയുന്നതാണ്, ഇത്രേ നിറയുള്ളൂ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഈ രണ്ട് പൈപ്പും നമ്മൾ ഒന്നിച്ചിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആദ്യം അത് നമ്മൾ നോക്കണം, ഒന്നിച്ച് ഓൺ ചെയ്താൽ എത്ര ഉണ്ടാവും, എത്രയാണ് നമ്മൾ ഇതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോ ഡിനോമിനേറ്റർ വരുമ്പോൾ എപ്പോഴും നമുക്ക് LCM വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും എളുപ്പം. ഇതിന്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസാഗു എന്തായിരിക്കും? നമുക്കിവിടെ 10 എടുക്കാം. 3 2 3 1 2 6 60 വരും, അല്ലെ? 60 ആണ്. അപ്പോ ഇവിടെ 60 ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 2/60 വരും, ഇവിടെ 3/60 വരും. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോ എന്ത് കിട്ടി? 5/60 എന്ന് കിട്ടി. ഈ 5/60 നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. 5 60-ല് എത്ര ടൈംസ് പോവും? അപ്പൊ നമ്മൾ മെല്ലെ മെല്ലെ കാൽക്കുലേറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമുക്കറിയാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് നമുക്ക് ഹരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 ഡിവൈഡഡ് ബൈ 5 1, 60 ഡിവൈഡഡ് ബൈ 5 12. അപ്പോ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് നിറച്ചെടുക്കാൻ പറ്റും? 12. രണ്ട് പൈപ്പും ഓൺ ആണെങ്കിൽ ഈ ടാങ്ക് എത്ര മിനിറ്റ് കൊണ്ട് നിറയും? 12 മിനിറ്റ് കൊണ്ട് നിറയും. അപ്പോൾ നമ്മുടെ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ കിട്ടുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഈക്വിവലന്റ് ടു എ പ്ലസ് ബി മൈനസ് സി? ബ്രാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് നോക്കി നോക്കണം. ഈ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ നമ്മൾക്ക് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് ഇവിടെ ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ മൈനസ് ബി, അല്ലെ? മൈനസും ഇവിടെ പ്ലസ് ബി ആണ്, സോ പ്ലസും മൈനസും മൈനസ് ബി ആവും. മൈനസ് മൈനസ് പ്ലസ്, സോ പ്ലസ് സി ആണ്. ഈക്വലന്റ് ആണോ? അല്ല, അപ്പൊ അത് വരില്ല. ഇനി നെക്സ്റ്റ് ഇതിനെ ഓപ്പൺ ചെയ്താൽ എ പ്ലസ് സി മൈനസ് ബി ആണോ? അല്ല, അതും വരില്ല. ഇനി നെക്സ്റ്റ് എ മൈനസ് ബി പ്ലസ് സി എന്നുള്ള എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്, അതുമല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആൻസർ എന്തായി? ഡി ആണ് നമുക്കറിയാം. എന്നാലും നോക്കി നോക്കാം, അല്ലെ? നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം. എ മൈനസ്, ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ പ്ലസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് സി, മൈനസ് മൈനസ് പ്ലസ് ബി, ശരിയാണോ? മുകളിൽ തന്നിരിക്കുന്നത് എ പ്ലസ് ബി മൈനസ് സി. എ പ്ലസ് ബി മൈനസ് സി പറഞ്ഞാലും എ മൈനസ് സി പ്ലസ് ബി പറഞ്ഞാലും രണ്ടും സെയിം അല്ലേ? നോക്കി നോക്കൂ. ഇവിടെ എ പോസിറ്റീവ്, ഇവിടെ എ പോസിറ്റീവ്, ഇവിടെ ബി പോസിറ്റീവ്, ഇവിടെ ബി പോസിറ്റീവ്, ഇവിടെ സി നെഗറ്റീവ്, ഇവിടെ സി നെഗറ്റീവ്. അപ്പൊ രണ്ട് എക്സ്പ്രഷനും സെയിം ആണല്ലോ. അപ്പോ ഡി ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്തെടുക്കാണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.